മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഐഡിയ വെച്ചിട്ട് തോന്നിയ പോലെ ചെയ്യാം കേട്ടോ എൻ്റെ ഒരു രീതി. അപ്പോൾ ഇന്നൊരു ചൂര മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ തിളപ്പിച്ചു, അതിലേക്ക് ഉലുവ ഇട്ടെടുത്തു. പിന്നെ കുഞ്ഞുള്ളി കേട്ടോ, കുഞ്ഞുള്ളിയാണ് ഞാൻ ഇട്ടെടുത്തത്, സവാള ഇട്ടിട്ടില്ല. അതുപോലെ വെളുത്തുള്ളി ഇട്ടെടുത്തു, പിന്നെ ഇഞ്ചി ഇടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കുക. ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചൂരക്കറി വെക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയ പോലെ ഉണ്ടാക്കുക, അതാണ് എൻ്റെ ഒരു രീതി. വലിയ കുഴപ്പമുണ്ടാകാൻ അറിയില്ല അങ്ങനെ ചെയ്തിട്ട്. ചൂര ശരിക്കും കറി വെച്ചതിനേക്കാളും വറുത്ത് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ആകുമ്പോഴത്തേനും നമ്മുടെ തക്കാളി കുട്ടനെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴന്ന് വരണം കേട്ടോ. നല്ലോണം ഉടഞ്ഞ് കിട്ടണം തക്കാളിയുടെ പീസൊന്നും അങ്ങനെ ഉണ്ടാവും, നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് ആവുമെന്നാണല്ലോ പറയാറ് ഈ വലിയ വലിയ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നല്ല രീതിക്ക് വെന്ത് വരട്ടെ. നല്ലോണം ഉടഞ്ഞ് വരുമ്പോഴത്തേനും പുളിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളച്ചതിന് ശേഷം കേട്ടോ, പുളിവെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം ആണ് നമ്മുടെ മീനിടുക. അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മീൻ. അപ്പോൾ ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക, നല്ല ബ്രൗൺ കളർ. അതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം നല്ല രീതിയിൽ വെട്ടി തിളക്കട്ടെ. അതിന് ശേഷമാണ് നമ്മുടെ മീൻ അതിലേക്ക് ഇടേണ്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ എനിക്കറിയില്ല, എനിക്ക് തോന്നിയ പോലെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീനെ അങ്ങോട്ട് ഇറക്കി വിടുക വെള്ളത്തിലോട്ടേക്ക്. പിന്നെ മീനിട്ട് നല്ലപോലെ ഇളക്കരുത് പറയാറുണ്ട്, കാരണം മീനൊക്കെ ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിനെല്ലായിടത്തും എത്തിച്ച് വെക്കുകയാണ്. ഉപ്പ് വരുമ്പോഴേക്ക് എല്ലാത്തും പിടിക്കണ്ടേ. അങ്ങനെ ഇനി ഇത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് വന്നതിന് ശേഷം കുറച്ച് നല്ലപോലെ വറ്റണം കേട്ടോ, നല്ലപോലെ വറ്റി കുറുകി വരണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അധികം ഇല്ലാതെ നല്ല തിക്കല്ല, എന്താ പറയുക, വറ്റിച്ചെടുക്കുക. അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി റെഡി. ഇതാണ് എൻ്റെ ഒരു ചൂരക്കറി. കഴിച്ചു നോക്കി. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് പുളി കുറച്ച് കൂടിയോ എന്നൊരു സംശയം. വേറെ കുഴപ്പമൊന്നുമില്ല.